ഗാന്ധി വിചാരധാരയുടെ ആഭിമുഖ്യത്തിൽ ചെറായിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രൊഫസർ വിനോദ് കല്ലോലിക്കൽ സംസാരിക്കുന്നു. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അനഘ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒന്ന് ജീവജാലങ്ങളൊക്കെ ആത്മബന്ധുക്കളാകണം എന്നുള്ള കാര്യം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. പക്ഷെ ഈ കാലത്ത് ഇത് നമ്മളൊരു ഘട്ടകാലമോ അല്ലെങ്കിൽ വലിയൊരു സംഭവം എന്നല്ല, ജീവിതത്തിന്റെ ഘട്ടമാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഇപ്പം നമ്മൾ സംഘകാലഘട്ടം നോക്കിയാൽ, അല്ലെങ്കിൽ ക്രിസ്തു വർഷത്തിന്റെ ആദ്യ നൂറ്റാണ്ട് നോക്കിയാൽ, ഇൻഡസ് നോക്കിയാൽ, തകർച്ചയും കോട്ടയും അതങ്ങനെ പോകുന്നതാണ്. അതെല്ലാം നമ്മുടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വലിയ മഹാപ്രളയങ്ങളൊക്കെ വന്നത് ഇപ്പൊ ഇന്ത്യ സംസ്കാരം പോലും തകർന്നു പോയത് മഹാപ്രളയത്തിൽ. ആര് കാട് മുറിച്ചിട്ടാണ്, ആര് മരം വയ്ക്കാതെയാണ്. അതൊന്നല്ല കാര്യം, അതിങ്ങനെ പോകുന്നതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട നിലപാടുകളുണ്ട്. അവിടെ ഗാന്ധി ഉണ്ടോ എന്ന് ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ഈ മണ്ണിൽ തൊട്ട് നിൽക്കുക എന്നൊരു കാര്യമേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. ഒരു മനുഷ്യന് ധാരാളം മോഹങ്ങൾ ഉണ്ടാകാം, ചിന്തകൾ ഉണ്ടാകാം, അങ്ങനെ നമ്മുടെ വിനിമയ യുക്തി. കാരണം ക്യാപിറ്റലിസം അത് നിസ്സാരമല്ല. ഒരു കാലത്ത് ഈ സാമ്പത്തിക ക്രമമൊന്നും നമുക്ക് അന്യമായിരുന്നു. എന്നാൽ വ്യവസായപ്പെടുന്നതിന് ശേഷമുള്ള എല്ലാ ഫിലോസഫിയിലും ലാഭത്തിന്റെ ഒറ്റ കണക്കിങ്ങനെ പാഞ്ഞു വരുമ്പോൾ അതിന് നേരെ നിന്ന പടുകൂറ്റൻ മഹാമേരുവാണ് MK ഗാന്ധി. ഗാന്ധി ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം അതിന്റെ പുതിയ നിർവചനങ്ങളുടെ ക്യാപിറ്റലിസം വരികയാണ്. ഇപ്പം നമ്മുടെ കുട്ടികളാണെങ്കിൽ അന്ന് വരുമാനത്തിന്റെ ആർത്തിയോടെ വരുമാനം സ്വരൂപിക്കുകയാണ് സാമ്പത്തിക ശാസ്ത്രമെങ്കിൽ, ഇന്ന് നമ്മളിലേക്ക് സ്വാതന്ത്ര്യം പറയുക. അപ്പൊ നമ്മുടെ മഹാരാഷ്ട്രയിലെ കുട്ടികളെ നോക്കിയാൽ അവര് സ്വാതന്ത്ര്യമാണ്, ക്യാപിറ്റലിസം സ്വാതന്ത്ര്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതോ എവിടെയോ ഇല്ലാത്ത സ്വാതന്ത്ര്യം. ഞാൻ ആ ടോപ്പിക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് ഇവിടെ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ട് ഇതിഹാസം പാടിയ അക്കിത്തം. കേരളത്തിൽ എല്ലാ കവികളും ഗാന്ധിയിലൂടെ വന്നവരാണ്. അത് ജി ആയിക്കോട്ടെ, അക്കിത്തം ആയിക്കോട്ടെ, കോട്ടീര സുകുമാർ അഴീക്കോടിന്റെ ഏറ്റവും മനോഹരമായ ഒരു വർക്ക് ഗാന്ധിയെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രശസ്തനായ മാർക്സിസ്റ്റുകാരൻ KN പണിക്കർ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗാന്ധിയുമായി സംവദിക്കേണ്ടി വരും. നമ്മളൊന്ന് തുറന്നു നിന്നാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ മുറുകി നിൽക്കണം. നമ്മൾ തുറന്നു നിന്നാൽ നമ്മൾ ഗാന്ധിയിലേക്ക് പോകേണ്ടി വരും, സംവദിക്കേണ്ടി വരും, ഒന്ന് കാണേണ്ടി വരും. ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തെ കാണേണ്ടി വരും. ഇപ്പൊ ഈ ഒരു നാട്ടിൽ ഇത്ര പേര് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സഭ നിലനിർത്തുന്ന നിസ്സാരമുള്ള കാര്യമല്ല. ക്രമേണ പലരും നമ്മുടെ അനുഭവത്തിലൂടെയാണ് ഗാന്ധി. ഞാൻ എന്റെ അനുഭവത്തിലൂടെയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വായിക്കും. ആ സമയത്ത് ഗാന്ധി എന്ന് പറഞ്ഞാൽ മാത്രമേ നിശബ്ദമാവുള്ളൂ. അങ്ങനെ എംബസിൽ പോയി ബുക്ക് വായിച്ച് ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി, പ്രസംഗവേദിയിലെ ശബ്ദകോലാഹലത്തിന് വേണ്ടിയല്ല എന്റെ ഗാന്ധി. അരവിന്ദൻ മാഷ് പറഞ്ഞ പോലെ ഗാന്ധിക്ക് എന്നെ ആവശ്യവുമില്ല. MK ഗാന്ധി എന്ന വലിയ മനുഷ്യന് വിനോദ് കുമാർ എന്നൊരു വ്യക്തിയുമായിട്ട് സംവദിക്കേണ്ട ആവശ്യം. പക്ഷെ എനിക്ക് പല ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ പ്രതിസന്ധി വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ആ ബിംബം കാത്തു സൂക്ഷിക്കുകയും ഞാൻ നിർഭയമായി ജീവിക്കുകയും ചെയ്യുന്നു. കണ്ടാൽ ഒരുപക്ഷെ നിർഭയത്തെ കാണില്ലെങ്കിലും ധാരാളം പ്രതിസന്ധികൾ, എന്റെ കോളേജൊക്കെ പ്രതിസന്ധികളുടെ കൂടാരമാണ്. അതായത് പ്രതിസന്ധി ശേഖരിയ സ്ഥലമാണ്. ഒരു സാധാ കുട്ടിക്കും മാഷൊന്നും ജീവിച്ചാൻ പറ്റിയിട്ട്, പക്ഷെ നിർഭയത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഗാന്ധിയാണ്. അത് നമ്മൾ സ്വാംശീകരിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുട്ടികളെ അതിലേക്ക് അവരെത്തിക്കോളും. നമ്മൾ എത്താനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറന്നു കൊടുത്താൽ മതി. അതായത് കമ്പോളം തരുന്ന യുക്തിക്ക് ബദലായിട്ട്, ഉപരിയായിട്ട് മേലെ ചില ധാർമ്മിക മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഗാന്ധി ആയിട്ട് പരിണമിച്ചോളും. ഇവിടെ പറഞ്ഞ 3 ആൾക്കാരും, ജോയി നായരമ്പലം എനിക്കറിയില്ല, സാറ് മാത്യൂസ് പുതുശ്ശേരി വിശദീകരിച്ചു. പക്ഷെ എനിക്കൊരു മേഘനാഥൻ, ഒരു പക്ഷേ ഈ ഭാഗത്തുള്ള മേഘനാഥൻ അഡ്വക്കേറ്റ്, മേഘനാഥനെ കുറിച്ച് KGS ഒക്കെ ചേർത്ത് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ K സച്ചാനന്ദ മാഷിന്റെ ആത്മകഥ ഈ സമീപ ദിവസമാണ് പബ്ലിഷ് ചെയ്യുക, അഭിരാമയില് ഈ മേഘനാഥനെ കുറിച്ച് പറയും. ഞാൻ കുഞ്ഞു ബുക്കാണ് മേഘനാഥൻ. ഈ മേഖലയിൽ പ്രവർത്തിച്ച മനുഷ്യനാണ് മേഘനാഥൻ. TS ജോയ് ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂർ പറവൂർ മേഖലയിലാണ് മേഘനാഥന്റെ പേര്. ആ മേഘനാഥനെ വായിച്ച് കവി KGSനെ വായിച്ച് ഞാൻ കഴിഞ്ഞ അത് ഏപ്രിൽ 27, 2026 നമ്മുടെ അമ്പലമേട് ഗോപി സാറിന്റെ 1ാം ചരമവാർഷികം. അമ്പലമേട് ഗോപി സാറിന്റെ 1ാം ചരമവാർഷികങ്ങൾ അന്ന് ഒന്ന് പ്രബോധയില് അദ്ദേഹം മാത്യു സാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നൊന്ന്
വെണ്ണല ഗ്രാമീണ വായനശാല. ഈ രണ്ട് ഇതിന് ശേഷം ഞങ്ങൾ അമ്പലമേട് ഗോപിയെ കുറച്ചുകൂടെ പഠിച്ചു. ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ധാരാളം ഗാന്ധിയന്മാരും നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപകാശ വിഷയമായി ഇന്ത്യയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. നന്മകളെയൊക്കെ നമ്മൾ പറഞ്ഞ് ഒന്നുമില്ലാത്ത അതുകൊണ്ട് തന്നെ പലരും ഗാന്ധിയനായിട്ട് പറയില്ല. പക്ഷെ അവരിലെ ധാർമ്മികത, പരിസ്ഥിതി ബോധം, സഹജീവി സ്നേഹം, ഇവിടെ കുട്ടി പാടിയ പോലെ എന്താണ്, എല്ലാ ജീവജാലങ്ങളിലും ആത്മബന്ധു ആകണമേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മളിലേക്ക് ഉണ്ടാകുന്നില്ല. അത് നമുക്ക് ആയിത്തീരാൻ എനിക്ക് എത്രമാത്രം ആയിത്തീരാൻ പറ്റും. പക്ഷെ അതിലേക്കാണ് ഞാൻ പോകേണ്ടത്. ജീവിതാന്ത്യത്തിന് മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഭൂമി വിട്ടു പോവുക എന്നൊരു കാര്യം. അതിൽ അസൽ മനുഷ്യനായിരുന്നു അമ്പലമേട് ഗോപി. എറണാകുളം ഗാന്ധി മൂവ്മെന്റിന്റെ കേന്ദ്രമായിരുന്നു. ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെലവഴിച്ചത് എറണാകുളത്താണ്. നമ്മൾ ഇന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് 5 പ്രാവശ്യം ഗാന്ധി വന്നു. എറണാകുളത്ത് ഗാന്ധി വന്നതിന് 100-ാം ആണ്ടാണിത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചത് ഇവിടെയാണ്. രാമൻ മാഷ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇവിടെ പറഞ്ഞ പോലെ സമയത്തിന്റെ കർക്കശമായിട്ട് സമയത്തെയും പിന്നെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൽ ഉന്നതമായ ജോലി ലഭിച്ച ശേഷവും ലളിത ജീവിതം നയിക്കുകയും ഇങ്ങനെ ഗാന്ധി പ്രവർത്തനത്തെ ഒക്കെ അദ്ദേഹം ഫണ്ട് ചെയ്യും. അപ്പൊ ഗാന്ധി പ്രവർത്തന സംഘങ്ങളെ അദ്ദേഹം വലിയ തോതിൽ ഫണ്ട് ചെയ്യുകയും അതിന്റെ മീറ്റിംഗിൽ വരികയും അതിന്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ നമ്മുടെ രാമൻ മാഷ്. ഈ 3 പേരെയും നമ്മൾ ഇവിടെ അനുസ്മരിക്കുക. പ്രാദേശികമായ അനുഭവങ്ങളെ ആദരിക്കുക. മലയാളി മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അക്നോളജ് ചെയ്യാൻ മറക്കുകയാണ്. അവിടെയാണ് ആന്ധ്രയും തമിഴ്നാടും ജയിച്ചു മുന്നേറുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു, തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ദക്ഷിണേന്ത്യ എല്ലാ സ്റ്റേറ്റുകളുടെയും എവിടെയും ഇല്ലാത്ത പൊങ്ങച്ചം പറഞ്ഞു പോവുകയും അതേ സമയത്ത് മണ്ണിൽ തൊട്ട് ജീവിക്കുന്ന പുണ്യാത്മാക്കൾ എന്താണ് ഒരു ഘട്ടത്തിൽ പോലും അഭിവാദ്യം ചെയ്യാതെ പോകുന്ന, എങ്ങോട്ടുമായി സഞ്ചരിക്കുന്ന, ഇപ്പൊ ലോകത്തിന് എങ്ങോട്ടുമായി സഞ്ചരിക്കുന്ന ജനത നമ്മളാണ്. ദാർശനികതയില്ല. അത് നമുക്ക് പട്ടണ എക്സ്കവേഷൻ, ഈ പട്ടണ എക്സ്കവേഷൻ തമിഴ്നാട്ടിലാണെങ്കിൽ അവൻ ദാർശനികവുമാണ്. നമ്മൾ ഇവിടുന്ന് കോടികൾ വീണ്ടും കോടി മുടക്കി മണ്ണ് വാന്തി റോമൻ കോയിൻ ഉണ്ടോ, റോമുമായിട്ട് ട്രേഡ് ഉണ്ടോ എന്നുള്ള ഏറ്റവും അബദ്ധ ജടിലമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയാണ്. ഒരു ഗുണവുമില്ല. പക്ഷെ അവന് തമിഴ്നാട്ടിൽ കീഴടി കണ്ടെത്തിയ ശേഷം അല്ലെങ്കിൽ അരീക്കാമേഡു 940 അരീക്കാമേഡു കണ്ടെത്തിയ ശേഷം അവന് ദാർശനിക പാരമ്പര്യം ഉയർത്തി. ദാർശനികമായ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ചേർക്കണം. അതിന് ഗാന്ധി വിചാരം നല്ലതായിരിക്കാം. മെല്ലെ ആരോടും മസിൽ പിടിക്കേണ്ട, ആരോടും ഡിബേറ്റ്സിന് പോകേണ്ട. നമ്മൾ മെല്ലെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വഴിത്താരയിലേക്ക് ചില ആൾക്കാരൊക്കെ വന്നു പെടുമെന്ന കാര്യത്തിൽ ഒരു ചരിത്രം കൈകാര്യം ചെയ്ത മാഷ് എന്ന രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് എൻ്റെ ഒരു ഉറപ്പാണ്. അത് നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്ന കാര്യമല്ല, ക്ലാസ് റൂമിന് പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ കവിയരങ്ങിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കവിയരങ്ങ് എന്ന വാക്ക് നമ്മൾ സച്ചാൻ മാഷിന്റെ ആത്മകഥ വായിക്കുമ്പോൾ, അഭിരാമം വായിക്കുമ്പോൾ 970-കളിലാണ് ഈ കവി അരങ്ങ് എന്ന വാക്ക് വന്നത്. കവി അരങ്ങ് എന്ന വാക്ക്. അതിനുമുമ്പ് കവിതയും ഉണ്ടായിരുന്നു, അരങ്ങും ഉണ്ടായിരുന്നു. ഈ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചത് ഈ സമീപകാലത്താണ്. ഏതുപോലെ എന്ന് ചോദിച്ചാല് ഉള്ളൂർ എസ് പരമേശ്വരനാണ് കളരിപ്പയറ്റ് എന്ന വാക്ക് കണ്ടുപിടിച്ചത്. കളരിയും ഉണ്ടായിരുന്നു, പയറ്റും ഉണ്ടായിരുന്നു. പക്ഷെ കളരിപ്പയറ്റിനെ ചേർത്ത് വേറൊന്നിനാക്കി മാറ്റി. കവിതയുമുണ്ട്, അരങ്ങുമുണ്ട്. കവിയരങ്ങ് വരുമ്പോൾ അതിന് കോൺസെപ്റ്റ് മാറി. കവിയരങ്ങെന്ന് ഈ 2 വാക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ സങ്കല്പം മുഴുവനായി മാറി. അത് കളരി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ദാർശനിക പാരമ്പര്യമുള്ള സ്ഥലമാണ്. നമ്മൾ അതിനെ പയറ്റും കൂടി ഇട്ട് കലർത്തി കളരിപ്പയറ്റാക്കി അതുമായുള്ള നമ്മുടെ സങ്കല്പത്തെ മുഴുവൻ മാറ്റി. അതിനെ കുറിച്ചുള്ള സമീപകാല പഠനങ്ങൾ പറയുന്ന 1947 ഉള്ളൂർ എസ് പരമേശ്വരൻ, എന്റെ ഓർമ്മ ഉറപ്പില്ല, അനഘ എന്ന നാടകത്തിലൂടെയാണ് ആ വാക്ക് ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നെ കവിതയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കവിതയെ കുറിച്ച് അറിവ് വളരെ വളരെ കുറവാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. അത് എന്റെ ഒരു സത്യമാണ്. അപ്പൊ കവിത പ്രതിരോധമാകുമോ എന്ന് ചോദിച്ചാൽ എന്റെ അനുമാനം കവിത പ്രതിരോധമാകില്ല എന്നുള്ളതാണ്. കവിത ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചില ആൾക്കാർ ഇപ്പൊ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ രാഷ്ട്രീയത്തെ മാറ്റാമോ? ഗാന്ധി പ്രതിരോധമാണോ? അങ്ങനെയല്ല ഗാന്ധിയെ കാണേണ്ടത്. കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ തിരുമുറി നടത്താൻ പറഞ്ഞുകൊണ്ട് ഗാന്ധിക്ക് വേണ്ടി പാടുകയും അവസാനം എന്താണ് രാഷ്ട്രീയ മാറ്റം കാണാത്തപ്പോൾ ഗാന്ധി കൊണ്ട് കാര്യമില്ല എന്ന് വിചാരിച്ച പോലെ. അപ്പൊ കവിത എന്ന് പറഞ്ഞാൽ പ്രതിരോധമായിട്ട് നമ്മൾ കാണണം. പക്ഷെ നമ്മുടെ ഒരു ഉണർത്താണ്, സംഘശക്തിയായി കാണണം.
അതായത് ഈണങ്ങൾ വീണ്ടും ചേർന്ന് സിംഫണി ആയിട്ട് മാറും. ധാരാളം കവിതകൾ ഇവിടെ വന്ന് അതൊരു കൂട്ടായ്മയായിട്ട് അതിന് ഉണർച്ചയുണ്ടായിട്ട് നമ്മൾ മാറണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാവുന്നത് ഈ കാൽപ്പനികമായ ഭാവങ്ങൾ നമ്മളിലേക്ക് ഉണർത്താൻ കവിത ഉണ്ടാവും. കാൽപ്പനികമായ ഭാവങ്ങൾ, കാൽപ്പനികത മനുഷ്യന് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം കർണാടകയിലെ ഡി ആർ നാഗരാജിന്റെ ദളിത് ആക്ടിവിസ്റ്റ് ആണ്. അതറിയാം, കർണാടകയിലെ ദളിത് ആക്ടിവിസ്റ്റും കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റും കർണാടകയിലെ കവികളും കേരളത്തിലെ കവികളൊക്കെ നിലപാടിൽ വളരെ മോശമാണ്. നമ്മൾ വിചാരിക്കുന്ന ഈ സ്റ്റേറ്റ് ഒക്കെ നമ്മളെക്കാൾ താഴെയാണെന്നാണ്. ഈ എവിടെയും ഇല്ലാത്ത പൊങ്ങച്ചം വെച്ചാൽ നമ്മൾ ഇതിനെ കാണും. പെരുമാൾ മുരുകൻ, തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകന്റെ കവിത വേറൊരു രംഗത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ തമിഴ്നാട്ടിലെ ഡി ആർ നാഗരാജ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ദളിത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാമത്തെ ജോലി ഗാന്ധിയൻ ക്രിറ്റിസിസമാണ്. ഗാന്ധിയെ വകവരുത്തണം എന്ന രീതിയിൽ മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട, അവര് ധാർമ്മിക രോഷം കൊള്ളുന്ന ഗാന്ധിക്കെതിരെയാണ്. കർണാടകയിലെ ഏറ്റവും പ്രശസ്തനായ ദളിത് ആക്ടിവിസ്റ്റാണ് ഡി ആർ നാഗരാജ്. ആ ഡി ആർ നാഗരാജിന്റെ വർക്ക് മലയാള ഭാഷയിലേക്ക് തൃശൂർ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസറായിരുന്ന പി എസ് മനോജ് കുമാർ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ പി എസ് മനോജ് കുമാറിന്റെ മനോഹരമായ തർജ്ജമയാണ്. അതിൽ പറയുന്ന ഗാന്ധിയുടെ കാൽപ്പനിക ഭാവമാണ്. വലിയ തോതിൽ കാൽപ്പനിക ഭാവമുള്ള ഒരാളാണ് ഗാന്ധി. അദ്ദേഹം, ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ്. നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിയാൽ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ കരള്. ഇപ്പൊ കരൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ആ ഇന്ത്യയുടെ കരള് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധി പറഞ്ഞ ഡി ആർ നാഗരാജ് പറയുന്ന കാൽപ്പനികതയാണ്. അത്തരമൊരു ഗ്രാമം നിർമ്മിക്കണമെന്ന് ഗാന്ധിക്ക് തോന്നിയിട്ടില്ല. അത്തരമൊരു ഗ്രാമം ഉണ്ടെന്ന് ഗാന്ധിക്ക് തോന്നിയിട്ടില്ല. ഈ ഗ്രാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നഗരങ്ങളെ വളയാമെന്ന് മാവോസെ തുങ്ങിനെ പോലും ഗാന്ധിക്ക് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രാമങ്ങളിലെ കാൽപ്പനിക ഭാവത്തെ അദ്ദേഹം സജ്ജമാക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നഗരങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു. കാൽപ്പനികതയാണ്. ഇപ്പൊ കവിതയിലൂടെ നമുക്ക് ഇവിടെ ആർജിക്കാൻ സാധിക്കുന്ന ഒരു ഘടകം ഞാൻ നോക്കിയിട്ട് കാൽപ്പനികതയാണ്. കാൽപ്പനികതയുടെ എല്ലാ ഭാവങ്ങളെയും, ഈ ഭാവങ്ങളാണ് കുട്ടികളിലും, നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, മുതിർന്നവരിലും ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. അതിനൊരു പ്രത്യേക ഏജ് ഇല്ല. നമ്മൾ ഈ പ്രാചീനം, മിഡീവൽ മോഡേൺ, ഞാൻ കോട്ട് ചെയ്ത അഭിരാമം, ഇതൊരു കവിയരങ്ങാണ്. അഭിരാമം കേരളം കണ്ട ഏറ്റവും വലിയ കവിയാണ് കെ സച്ചിദാനന്ദൻ. പക്ഷെ കുമാരനാശാന്റെ ഒക്കെ പാരമ്പര്യത്തിൽ നിന്ന് കേരളം വീണ്ടും കേൾക്കേണ്ട, ഒന്നുകൂടെ കേൾക്കേണ്ട കവിയാണ് കെ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് വചന സാഹിത്യം. അതെ, ബുള്ളേഷ, അല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ച ബുള്ളേഷയും, പിന്നെ ബസവണ്ണയും, അക്ക മഹാദേവിയും, കബീർദാസിന്റെയും ഗുരുനാനക്കിനെയൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സച്ചിദാനന്ദ മാഷാണ്. അദ്ദേഹത്തിന്റെ അവതാരം ഏറ്റവും അവസാനത്തെ കാര്യം ചരിത്രത്തെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു കവിതയാണ്. അതായത് ഇനിയും ഇടവപ്പാതി ഉണ്ടാകാം, അന്നും നനയാൻ ഭൂമി ഉണ്ടാവും എന്നുള്ള കവിത. എത്ര മനോഹരം! ഇടവപ്പാതി ഇനിയും വരാം പക്ഷെ ഞാറ്റുവേല ഉണ്ടാകും, പക്ഷേ നനയാൻ ഭൂമി ഉണ്ടാവും എന്നുള്ള ആ കവിതയിൽ തുടങ്ങി ചരിത്രത്തിലാണ് അഭിരാമം അവസാനിക്കുക. അതിൽ പറയുന്നത് ഈ പ്രാചീനം, മിഡീവൽ, മോഡേൺ എന്നുള്ള ഈ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, എന്റെ കോളേജ് നമ്മൾ കാണുന്ന ഒരു 20s 30s ഇതാണ് കാലമെന്ന് വിചാരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എന്റെ 50s ആണ് ഏറ്റവും നല്ല കാലഘട്ടം. ഞാൻ കണ്ടെത്തിയിൽ ഏറ്റവും മനോഹരമായി ജീവിക്കുന്ന ഓരോ കാലം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷന്, പുരാതനം, പ്രാചീനം തുടങ്ങിയ ക്ലാസിഫിക്കേഷനൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രകൃതിയുമായിട്ട് നമുക്ക് ഒത്തുചേരാൻ കവിത കവിത ഒരു കാരണമാണ്. കവിത ഒരു കാരണമാണ്. പരിപൂർണ പ്രതിരോധം കവിതയിൽ നോക്കേണ്ടതില്ല. കവിത കൊണ്ട് ഇപ്പം ഗാന്ധി ആണെങ്കിലും ടാഗോർ ആണെങ്കിലും, ഇപ്പൊ ടാഗോറിന്റെ പ്രതിരോധം മുഴുവൻ ഗീതാഞ്ജലിയിലല്ല. ടാഗോറിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കവിത ഗീതാഞ്ജലിക്ക് അപ്പുറത്തെ ഫിലോസഫി ഉണ്ട്. അപ്പൊ നമുക്ക് കവിത ഉപയോഗിച്ചിട്ട് പ്രതിരോധിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഗാന്ധിയൻ പ്രതിരോധങ്ങളൊക്കെ കവിത അതിന്റെ താളം കിട്ടണം. കാൽപ്പനിക താളം കിട്ടാൻ വേണ്ടി കവിത അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ആൾക്കാരും ചെറുങ്ങനെ എഴുതുകയും ഇത്തരം വേദികൾ, ഇതിൽ മഹത്തരമായ ഇത്തരം വേദികൾ നമ്മുടെ കവിതകൾ ചൊല്ലുകയും ആ ചൊല്ലൽ നമ്മൾ കേൾക്കുകയും നമ്മൾ അതിന്റെ താളത്തിന് അതിലൂടെ താളം നമ്മൾ ഫോം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഏറ്റവും പ്രിയപ്പെട്ട ജോയി നാരമ്പരം
അമ്പലമേട് ഗോപി ധാരാളം ബുക്ക് എഴുതിയ ആളാണ്. വാക്കിൽ തീക്കാറ്റ്, അതേപോലെ ആരൂഢം, കൊണ്ടൻ പീലി. നിങ്ങൾ വായിക്കേണ്ട വർക്കാണ് കൊണ്ടൻ പീലി. പിന്നെ നമ്മുടെ മാത്യൂസ് പുതുശ്ശേരി പറഞ്ഞ പോലെ ഗാന്ധിയെ കുറിച്ച് ബൃഹത്തായ ഒരു നോവൽ എഴുതുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിലേക്ക് നോവലായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം, ഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം. ഈ 3 പേരെയും ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.